നമസ്കാരം. മലയാളത്തിൽ ഓർഗാനിക്കായി 4-ാം പതിപ്പിലേക്ക് എത്തിയ ഒരു പുസ്തകം എന്നാണ് അതിൻ്റെ പ്രസാധകർ തന്നെ വയലറ്റിനുള്ള കത്തുകളെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു അതിൻ്റെ ഒരു ആളുകളുണ്ടാകുമല്ലോ എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വയലറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കാനോ അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാനോ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ ഒരു ആളുകളില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെയാണ് വയലറ്റിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളൊരു ജാളിത ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. പക്ഷേ ഇല്ലാത്ത കാണികളാണെങ്കിലും ഒരു പുസ്തകം ഓർഗാനിക്കായി 4 പതിപ്പിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു 10 വർഷം കൊണ്ടാണ് 4 പതിപ്പുകൾ ഉണ്ടായത്. അത് മാത്രവുമല്ല, എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ആദ്യമായി നിയമസഭയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സർക്കാർ അവാർഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഞാനതിൽ അഭിമാനിക്കുന്നു. അത് ഒരെണ്ണം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതിൽ. അത് യൂത്ത് ഐക്കൺ ലിറ്ററേച്ചറിനുള്ള യൂത്ത് ഐക്കൺ അവാർഡാണ് സംസ്ഥാന യുവജന ക്ഷേമ വകുപ്പ് ബോർഡ് നൽകിയ. അത് ഈ വയലറ്റിനുള്ള കത്തുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. 2015 അതിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. പിന്നീട് പുസ്തകങ്ങളുടെ ഒരു പ്രൊമോഷൻ്റെ വലിയ കാലമാണ്. എല്ലാ അർത്ഥത്തിലും ഒരു ചെറിയ സ്പേസ് കിട്ടിയാൽ പോലും എഴുത്തുകാരനെ അതിലേക്ക് ഉപയോഗിക്കുന്ന പ്രസാധകർ, എഴുത്തുകാരൻ തന്നെ തൻ്റെ സമയവും ധ്യാനവും ഒക്കെ വെടിഞ്ഞ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ. അത് സോഷ്യൽ മീഡിയയിലാകട്ടെ വേദികളിലാകട്ടെ. അയാൾക്ക് എഴുതാനും വായിക്കാനുമുള്ള സമയം അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനൊന്നും ഇടയില്ലാത്ത വിധം ആ എഴുത്തുകാരെ അത്തരം സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ അതിൽ ഏറ്റവും ഒരു കാര്യമായി തോന്നുന്നത് സമീപ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലും കൊച്ചിയിലുണ്ടായ ശ്രീമതി ഉമ MLA അപകടത്തിൽപ്പെട്ട മൃദംഗ വിഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊരു റെക്കോർഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതിനൊരു റെക്കോർഡ് ലെവലുണ്ട്. അപ്പോൾ അതിനൊരു കലാരൂപം ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളുമൊന്നും അതിൻ്റെ മുഴുവൻ ആവേശമൊന്നും അറിഞ്ഞിട്ടല്ല ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള നിലയിൽ. പക്ഷേ അത് ആ ഒരു വേദി തകരുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ ഈ മൃദംഗ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് അതിന് താരതമ്യപ്പെടുത്തുന്നത് എഴുത്തുകാരുടെയും ഒരു സ്ഥിതി. ഈ കുട്ടികളെ ഈ ഭരതനാട്യത്തിനോ അല്ലെങ്കിൽ വലിയൊരു റെക്കോർഡിനോ ആയി ഉപയോഗിച്ചതുപോലെ എഴുത്തുകാരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാകട്ടെ അതിന് ഒരു മുതിർന്നവരെന്നോ നമ്മൾ ഉദ്ദേശിക്കാത്ത വളരെ ചുരുക്കം പേരാണ്, ആനന്ദ് പോലുള്ള വളരെ ചുരുക്കം പേരാണ് ഇതിന് ടൂളാവാതെ പിടിച്ചു നിൽക്കുന്നത്. ബാക്കി കൊലകൊമ്പന്മാരായ എഴുത്തുകാർക്ക് പോലും ഈ ഇത്തരം കാർണിവലുകളുടെ, അതായത് ഞാൻ കാർണിവൽ എന്ന് ഉദ്ദേശിച്ചത് ഇത്തരം റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ പരമ്പരയുടെ ഭാഗമാകേണ്ടി വരുന്ന വലിയ ദയനീയമായൊരവസ്ഥ അതിന് കൂടുതൽ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ സജീവമാകുന്നതോടുകൂടി പ്രസാധകർ അതവരെ കൃത്യമായി ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഒരെണ്ണത്തിൽ റെക്കോർഡിൻ്റെയും സമ്പത്തിൻ്റെയുമാണ് പിൻബലമെങ്കിൽ അതാണ് അതിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇവിടെ പണം മാത്രമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ വളരെ ഓർഗാനിക്കായി 4 പതിപ്പുകൾ പിന്നിട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് ഉള്ളിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി ആണെങ്കിലും ഈ ഒരു കെട്ടുകാഴ്ചയ്ക്ക് ഉള്ളിൽ ഇത് ഗിമ്മിക്കുകൾ കാണിക്കാതെ അതല്ലെങ്കിൽ ഇതിൻ്റെ വർണ്ണപ്പൊലിമയോടെ അവതരിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ തള്ളിപ്പോകും എന്നുള്ള ഒരു തരം ഒരു യഥാർത്ഥ എഴുത്തുകാരനെ സംബന്ധിച്ച് ആ ഭയം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പുസ്തകം ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഒരു പതിപ്പ് 2-ാം പതിപ്പിലേക്ക് കടക്കുമെന്നോ അതിന് അവാർഡുകൾ കിട്ടുമെന്നോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില മനുഷ്യരെങ്കിലും അതിനെ തേടി വരുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ 10 വർഷം കഴിഞ്ഞ് 2015 പുസ്തകം ഇറങ്ങിയത്. 2025 അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ചടങ്ങിൽ നിൽക്കുമ്പോൾ
അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഒട്ടേറെ സന്തോഷാനുഭവങ്ങൾ തന്ന പുസ്തകമാണ്. അതിലൊന്ന്, രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തു പല കാലഘട്ടങ്ങളിൽ. അവർ വിവാഹിതരായി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് സങ്കടമുള്ള മറ്റൊരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യബോധത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുമുണ്ട് ഈ കവിത. പിന്നെ കൗമാരകാലത്ത് അവരുടെ വിവാഹപൂർവ്വ നാളുകളിൽ ഈ പുസ്തകം ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കവിത പറഞ്ഞ് വിവാഹിതരായ 1-2 ദമ്പതികളെ എനിക്കറിയാം. അപ്പോൾ സ്നേഹിക്കാൻ വേണ്ടി അവർ ഈ പുസ്തകം ഉപയോഗിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ സ്നേഹമായി തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. അതവിടെ നിൽക്കട്ടെ. എന്തായാലും വയലറ്റിനുള്ള കത്തുകളുടെ സന്തോഷം, അതിൻ്റെ 4ാം പതിപ്പ്, പ്രത്യേകിച്ച് പ്രകാശന ചടങ്ങൊന്നും ഉണ്ടായില്ല. ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് അത് ചെറിയൊരു സന്തോഷം പങ്കുവയ്ക്കപ്പെട്ടു. അപ്പോൾ എന്തായാലും എന്നോടൊപ്പം, എൻ്റെ കവിതയ്ക്കൊപ്പം പല കാലങ്ങളിൽ, പ്രത്യേകിച്ച് ആദ്യകാലം മുതൽ സഞ്ചരിച്ച ഒരാളാണ് മധുവും. ഇപ്പോൾ പ്രത്യേകിച്ച് വർത്തമാന സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ക്രിയാത്മകമായ ഇടപെടലുകളിലും സാഹിത്യ ശ്രേണിയുടെ വലിയൊരു ഭാഗമായ ഡോക്ടർ കെ ബീനയും എന്നോടൊപ്പം ഉണ്ട്. ഞാനിതിലെ 1-2 ചെറിയ കവിതകൾ വായിക്കുകയും മധുവും ബീനയും വയലറ്റിനെക്കുറിച്ചും പൊതുവായി എൻ്റെ ചെറിയ കവിതാ ജീവിതത്തെക്കുറിച്ചും 1-2 വാക്കുകൾ സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വയലറ്റിലെ ഒരു ചെറിയ കവിത വായിക്കാം. അതിൽ 47ാമത്തെ കവിത പറയുന്നത്, ഭൂമിയിൽ ശബ്ദവും വെളിച്ചവും ഉണ്ടാകുന്നതിന് മുൻപ് നീ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നില്ല. എന്തിനാണ് 2 നീയെന്ന് ദൈവം വിചാരിച്ചു കാണും എന്നാണ് ഒരു ചിന്ത. സ്നേഹിക്കുന്നവർക്കിടയിലുണ്ടാകുന്ന എല്ലാ ചെറിയ വാക്യങ്ങൾ പോലും, വാചകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് പൂർത്തി. ഇപ്പോൾ എവിടെയോ നീ പെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഞാനിങ്ങനെ തണുത്തു വിറയ്ക്കുന്നത് എന്നുള്ളൊരു വാചകം വയലറ്റിൻ്റേതാണ്. മേഘമായി അലയാൻ പോവുകയാണ്, വഴിക്കെങ്ങാൻ നിന്നെ കണ്ടാൽ പെയ്തു പോയേക്കുമെന്ന് പേടിയുണ്ട് എന്ന ഒരു വരി. നിന്റെ വിയർപ്പ് തുള്ളികളിലും എൻ്റെ പേരെഴുതിയിട്ടുണ്ടോ, എന്താണ് ഇത്ര കഴുകിക്കളയാൻ എന്നാണ് വയലറ്റിൻ്റെ ഒരു ടാഗ് ലൈൻ. പക്ഷേ മൊത്തത്തിൽ ഞാൻ വയലറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാചകം കൊണ്ട് അതിനെ അടയാളപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ, അതിലെ ഏതോ ഒരു കവിതയ്ക്കുള്ളിലെ ഒരു ചെറിയ വരി, സ്നേഹിക്കുന്നതിനേക്കാൾ സങ്കടകരമായി എന്തുണ്ട് ഈ ഭൂമിയിൽ എന്നുള്ള വരിയാണ്. അത് ഒന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വയലറ്റിൻ്റെ ചെറിയ വർത്തമാനത്തിൽ മധുവിനെയും ബീനയെയും ക്ഷണിക്കുന്നു. വിശദമായ ഒരു പഠനത്തിൻ്റെ സ്വഭാവത്തിൽ സംസാരിക്കാൻ അർഹതയുള്ള ആളല്ല ഞാൻ. സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ കവിത വായിക്കുമ്പോൾ ആസ്വാദ്യത പ്രദാനം ചെയ്യുന്ന കവിതകൾ വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിനോദ സാഹചര്യം. കുഴൂർ വിൽസൻ്റെ കവിത സൗഹൃദത്തിന് അപ്പുറത്ത് വായിക്കാൻ കാരണമാകുന്നതും അതുതന്നെയാണ്. വിൽസൻ്റെ കവിത, ഇപ്പോൾ വയലറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് മുമ്പും അതിന് ശേഷവും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകളിൽ പൊതുവായി കാണുന്ന 2-3 പോയിന്റുകൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ, വിൽസൻ്റെ കവി എന്നുള്ള നിലയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് സുഗതകുമാരിയുടെ ഒരു പ്രയോഗമാണ് ഓർമ്മ വരുന്നത്. എവിടെയോ ഉള്ള സമാന ഹൃദയന് വേണ്ടി പാടുന്ന ഒരു കവി, സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ എന്ന് സുഗതകുമാരി കവി പ്രസ്താവന നടത്തുന്നുണ്ട്. ഒപ്പം കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നും സുഗതകുമാരി പറയുന്നുണ്ട്. വിൽസൺ കവിത എഴുതുമ്പോൾ, ഇപ്പോൾ വയലറ്റിനെ മുൻനിർത്തി സംസാരിക്കുകയാണെങ്കിൽ, വയലറ്റിൽ 2 മുഖങ്ങളാണുള്ളത്. കവിയും കവിയെ കേൾക്കുന്ന ആളുമാണുള്ളത്. അത് പ്രണയിനി ആവാം, അല്ലെങ്കിൽ കേൾക്കുന്ന സൗഹൃദത്തിലുള്ള ആളാവാം. ഏത് മട്ടിലും അപ്പുറത്തൊരാളുണ്ട്. അയാളോട് അയാളുടെ എനിക്ക് സമാനമായി ചിന്തിക്കുന്ന ആൾ അവിടെ ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ സംസാരിക്കുന്ന, ജീവിക്കുന്ന, കവിത എഴുതുന്ന കവിയെ കാണാം. ചിലപ്പോൾ അയാളോട് സംസാരിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ കവിക്ക് മേലേക്ക് കവി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഞാൻ കവിയാണ് എന്നത് മറന്നു പോകുന്നു,
അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാൻ വളരുന്നു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ മട്ടിൽ വരുമ്പോൾ ഈ കവിക്ക് ശുഭപ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ചില സമയത്തെ, അല്ലെങ്കിൽ ആത്യന്തം ഈ കവിതയിലുടനീളം കവി അവിടെയുള്ള നിരാശയെ സ്വീകരിക്കാനല്ല പ്രയത്നിക്കുന്നത്. വീണ്ടും വീണ്ടും അവിടെ ആശ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വീണ്ടും വീണ്ടും കവിത എഴുതുന്നത്. ഒരു കവിതയിൽ നിന്ന് മറ്റൊരു കവിതയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവസാനിച്ച കവിത നിരാശയിൽ അവസാനിച്ചു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ പ്രതീക്ഷയിലേക്കുള്ളൊരു ഒരു പുതിയ വിത്താകാം. എങ്കിലും അടുത്ത കവിതയിലും ആരംഭം അങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കവി എന്നുള്ള നിലയിൽ അവിടെ പ്രയോഗിച്ച കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച സുഗതകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷ അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും കവിത എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു കവിത കൊണ്ട് അവസാനിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പം അല്ലെങ്കിൽ വിചാരിക്കുന്ന ഘട്ടത്തിൽ തൊട്ടടുത്ത കവിത വീണ്ടും സംഭവിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തേത്, എപ്പോഴും നമുക്ക് അപ്പുറത്തുള്ള ആൾ നമ്മളെ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഘട്ടത്തിലും മനുഷ്യൻ്റെ അടിസ്ഥാന സ്വാർത്ഥതയെ അടയാളപ്പെടുത്താൻ വിൽസൺ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞാനായിക്കോട്ടെ നീ ആയിക്കോട്ടെ, അടിസ്ഥാനപരമായി മനുഷ്യൻ ഒരു വ്യക്തിയാണ് എന്നുള്ള അടയാളപ്പെടുത്തലാണ്. അത് കവിതയിലുടനീളം ആത്മനിഷ്ഠമായി വിൽസൻ്റെ കവിതകൾ, ഇപ്പോൾ വിൽസൺ ആമുഖപ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ പോലും അതിൽ ഒരു പൊതുവിഷയം അവതരിപ്പിച്ച് വരുമ്പോഴും കവി എന്ന വ്യക്തിയിലേക്ക് അത് എത്തുന്നുണ്ട്. അത് കവിതയിൽ വിൽസൻ്റെ മറ്റ് പൊതു കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ സാമൂഹ്യ വ്യക്തിത്വത്തിനപ്പുറത്തേക്ക് ആത്മനിഷ്ഠമായ ആവിഷ്കാരമായിട്ടാണ് കവിതകൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. പല തട്ടിൽ കവിത എഴുതുന്ന ആളുകളുണ്ട്. പുതിയ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലം, കവിത അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് നേരത്തെ സ്ട്രക്ചറലൈസ് ചെയ്ത ഒരു ലോകം, അവിടെ എങ്ങനെ പെട്ടെന്ന് കടന്നു കയറാമെന്ന് വിചാരിക്കുന്ന, അതിന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന, ചിലപ്പോൾ മുദ്രാവാക്യ കവിതകളാകാം, ചിലപ്പോൾ എവിടെ എത്തണം, എങ്ങനെ ചെലവഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് വിജയത്തിലെത്തിക്കാവുന്ന കവിതാ ലോകം, സാഹിത്യ ലോകം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ വേണോ, സ്ഥായിയായ കവിയായി അടയാളപ്പെടുത്തപ്പെടണോ എന്നുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് നടത്താൻ കഴിയും. അതിനിടയിലേക്കാണ് ഒരു കവി വരുന്നത്, വിൽസൺ വരുന്നത്. അവിടെ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ തൻ്റെ ജൈവികമായ കവിയെ പുറത്തേക്ക് തുറന്നുവിടുക, കവിതയെ പുറത്തേക്ക് തുറന്നുവിടുക, കവിയെ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു സ്വാഭാവികമായ കവിയുടെ ദൗത്യം നിർവഹിക്കുകയാണ് ഇവിടെ. വയലറ്റിനുള്ള കത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുകയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നേരെ മറിച്ച് മറ്റു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കഴിയും. ഓരോ കാര്യങ്ങളിൽ നമുക്ക് അത് ഏത് മട്ടിലായിക്കോട്ടെ നമുക്ക് മുദ്രാവാക്യങ്ങളായി അടയാളപ്പെടുത്താൻ സാധ്യതയുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള സാധ്യതകളുള്ള ലോകമാണ്. അതിനപ്പുറത്തേക്ക് കവിയുടെ ദൗത്യം, കവി പ്രത്യേകിച്ചും കവിത തന്നെ ആത്മനിഷ്ഠമാണ്. അത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിന് തിരിച്ചറിഞ്ഞ് കൊണ്ട് അത് പ്രത്യക്ഷത്തിൽ തീരുമാനിച്ച് തിരിച്ചറിയുന്നതിനപ്പുറത്ത് ആ കവിത പുറത്തേക്ക് ഒഴുക്കി വിടാൻ കവി വിൽസൺ അവിടെ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. കവിതകളുടെ ഓരോ മട്ടിലും നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. മൂന്നാമത്തേതാണ് വിൽസൺ എന്ന വ്യക്തിയുടെ കവിത അവതരിപ്പിക്കുമ്പോൾ വിൽസൺ എന്ന വ്യക്തിയുടെ റോൾ എന്ത് എന്നുള്ളത്. വിൽസൺ നമുക്ക് അറിയുന്നിടത്തോളം വ്യക്തി അനുഭവങ്ങളിൽ നിന്ന് കവിതയിലേക്ക് വരുമ്പോൾ വ്യക്തി ജീവിതത്തെയും സൂക്ഷ്മമായി വിലയിരുത്താൻ തയ്യാറാവുന്നു എന്നുള്ളത് നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതിൻ്റെയൊക്കെ തുടർച്ചയായി ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, എല്ലാവരും എന്നെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് കവി എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് സാമൂഹ്യ വ്യക്തിത്വമായി നമ്മളെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു വിൽപ്പനാധിഷ്ഠിത ലോകത്ത് വിപണി മൂല്യം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത. അതിനപ്പുറത്തേക്ക് കവിയായി അടയാളപ്പെടുത്തപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് വ്യക്തി എന്നുള്ള നിലയിൽ സ്വയം വിലയിരുത്തലിനും കവിതകളിലൂടെ തയ്യാറാവുന്നു എന്നുള്ളത് നമുക്ക് കവിത വായിക്കുമ്പോൾ അകന്നു നിന്ന് സൗഹൃദത്തിനപ്പുറത്ത് കവിത വായിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നി. 3 പ്രധാന വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വയലറ്റിനുള്ള കത്തുകൾ എന്ന കവിത നമുക്ക് അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ നമ്മുടെ ചിന്തയും കടന്നു പോകും. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായൊരു കവിത ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് 91-ാമത്തെ അധ്യായത്തിലെ വരികളാണ്. നമ്മൾ എഴുതേണ്ട കവിത മറ്റൊരാൾ എഴുതിയാൽ അയാളോട് അടുപ്പം തോന്നാം, ആരാധന തോന്നാം, അസൂയ പോലും തോന്നാം. നമ്മൾ വിചാരിച്ച പോലെ മറ്റൊരാൾ തൂങ്ങി മരിച്ചാൽ അയാളോട് തോന്നേണ്ടത് എന്ത്? എനിക്കിപ്പോൾ എല്ലാം മാറിപ്പോകുന്നു. തൂങ്ങി മരിച്ച അയാൾ ഞാൻ തന്നെ. പിന്നെ എനിക്ക് ആരോട് എന്ത് തോന്നാനാണ്?
പറ്റുമെങ്കിൽ എന്നെ താഴെ ഇറക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, വെള്ളയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിടുക. അയാളോടൊപ്പം ഞാനും തൂങ്ങി മരിച്ചു എന്നാകിൽ എനിക്ക് മാത്രമായി മുളയ്ക്കണം, എനിക്ക് മുളയ്ക്കണം. ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും ഞാൻ സ്വാർത്ഥത നിറഞ്ഞവനാണ്. അത് മരിച്ചവനെയും നിന്നെയും ഒന്നും ഓർക്കുന്നു പോലുമില്ല. ഇതാണ് ആ കവിതയുടെ ഒരു ഭാഗം. വയലറ്റിനുള്ള കത്തുകൾ ഒരു തുടർച്ചയാണ്. അത് തുടങ്ങുന്നതും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചല്ല, അവസാനിക്കുന്നതും അതോടുകൂടി അവസാനിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് തുടർച്ചയുണ്ട്. അതിന് നമ്മൾ ഈ പുതിയ സിനിമാ കാലത്ത് പറയല്ലോ, സീക്വലും പ്രീക്വലും ഉണ്ടെന്നൊക്കെ പറയില്ല, അതുപോലെ മുമ്പും ഉണ്ട് ശേഷവും ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അത് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതാനുഭവങ്ങളിൽ വയലറ്റിനുള്ള കത്തുകൾ ഉപയോഗിച്ച ആളുകൾ അവരുടെ മാനസിക വ്യാപാരം, പ്രണയം ഒക്കെ പങ്കുവെക്കാൻ, സൗഹൃദമൊക്കെ പങ്കുവെക്കാൻ ഉപയോഗിച്ച ആളുകളുടെ കഥ വിൽസൺ പറഞ്ഞു. അതുപോലെ ഈ കവിതയ്ക്കുള്ള ദൗത്യം രണ്ടാമതും തുടക്കത്തിലും ശേഷവും ഈ കവിതയ്ക്കുള്ള ദൗത്യം വായനക്കാരൻ്റെ ഉള്ളിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ബാക്കി പിന്നീട് സംസാരിച്ച് തുടർച്ചയിൽ എവിടെയെങ്കിലും വെച്ച് പങ്കെടുക്കാം. ഇതിൽ വയലറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില 2015 ഞാനത് എഴുതി പൂർത്തിയാക്കിയത്. അപ്പോൾ ആ സമയം മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ഒരു വർഷം അവധി എടുത്തിട്ട് അമ്മയുടെ കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും മധുവും ഒരുമിച്ച് റിപ്പോർട്ടറിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ച് അങ്ങനെ ഒരു ജോലിക്ക് കയറും. ഈ ക്രൈം വാർത്താവാഹിനിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കവിത എഴുതുന്ന ഒരാൾ ക്രൈം വാർത്ത വായിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് എന്നിലുണ്ടാക്കിയ ഒരു പുസ്തകം മറ്റൊന്നാണ് ഇന്ന് ഞാൻ നാളെ നീ എൻ്റെ അപ്പൻ എന്ന് പറയുന്ന മറ്റൊരു സമാഹാരമാണ്. അത് വളരെ വൈചിത്രം നിറഞ്ഞ ചിന്തകളൊക്കെയാണ് ആ സമയം. അപ്പോൾ ഈ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് കളമശ്ശേരിയിൽ നിന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് ആലുവ വഴി കുളൂർക്ക് പോകുമ്പോൾ ഒക്കെ ഉണ്ടാവണ കുറേ കാഴ്ചകൾ ആ പുസ്തകത്തിലുണ്ട്. അതുപോലെ ഈ വയലറ്റ് അപ്പോൾ ഞാൻ നികേഷിനോട് സംസാരിക്കുന്ന സമയത്ത് അമ്മേനെ നോക്കാനായിട്ട് വീട്ടിൽ പ്രത്യേകിച്ച് ഒരാളെ ജോലിക്ക് വെക്കണമെങ്കിൽ 10-15,000 രൂപ കൊടുക്കാൻ ആ കത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. ഈ കത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി എഴുതുന്ന സമയത്ത് ഞാൻ ഈ ഇത്രയും വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഒരാൾ കത്ത് ആവശ്യപ്പെടുന്നത്. ഞാൻ വയലറ്റാണെന്ന് വിചാരിക്കും, മാഷ് എനിക്കൊരു കത്ത് എഴുതുകയാണെങ്കിൽ അത് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 ദിവസമൊക്കെ ഒരുങ്ങി അയച്ചു കൊടുത്തപ്പോൾ അത് പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ മാറുകയും ചെയ്തു. പക്ഷേ ഇത് എഴുതാൻ അപ്പം ഞാൻ ഈ കുട്ടീനെ അഡ്രസ്സ് ചെയ്യണത് എങ്ങനെയാണ്, എന്തായാലും എനിക്ക് പ്രേമമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് അങ്ങനെ വളരെ ആകർഷണമായിട്ടുള്ളൊന്നുമല്ല എനിക്ക്. അപ്പം ഞാനിവരെ ഏത് കള്ളിയിലാണ് വെക്കുക എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഒരാൾക്ക് കത്തെഴുതണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ പിന്നെ പിറ്റേ ദിവസം മുതൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡയറി എഴുത്ത് പോലെ തന്നെ വയലറ്റാണെന്ന് വിചാരിച്ചിട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയാൻ വിട്ടുപോയ പ്രേമങ്ങളുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആളുകളോട് ഞാൻ പെരുമാറിയിട്ടുള്ള കാര്യങ്ങളുടെ കുറ്റബോധമുണ്ട്, നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ട്, അങ്ങനെ എഴുതാമെന്ന് കരുതി. അങ്ങനെ എഴുതിയപ്പോൾ അതിനൊരു തുടർച്ച കിട്ടി. അപ്പോൾ അതിൽ ഞാൻ പിന്നീട് വന്നപ്പോൾ ഞാനൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്കും എൻ്റെ മകൾക്കൊക്കെ എഴുതിയ വരികൾ പോലും അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രണയപുസ്തകമായിട്ട് അതിനെ മാറ്റാൻ പറ്റാത്തത് അതുകൊണ്ടായിരുന്നു. അപ്പോൾ ടി പി രാജീവൻ്റെ മുമ്പിൽ ഞാനിത് അവതരിപ്പിക്കുമ്പോൾ രാജീവേട്ടൻ എന്നോട് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രണയശതകം ഞാൻ എഴുതുമ്പോൾ അത് മാത്രമായിരുന്നു, പക്ഷെ നീ അതിൽ നിന്ന് മാറിപ്പോണ്ട്, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം പറയായിരുന്നു. അങ്ങനെ ഇത് എല്ലാ ദിവസവും 2-3 ഒക്കെ എഴുതി കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 10-200 താഴെയായി ചെറിയ. അപ്പോൾ പലതും നമുക്ക് തന്നെ പലപ്പോഴും ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ എഴുതുന്ന സമയത്ത് പിന്നീട് അത് നമ്മൾ രണ്ടാമതെടുത്ത് വായിക്കുമ്പോൾ നമ്മളിത് എടുക്കില്ല. പക്ഷെ വേറൊരാളിത് കണ്ടാൽ കുഴപ്പമാവും, അവർക്ക് ചിലപ്പോൾ എല്ലാത്തിലും ആകർഷണം തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇതിൽ 108 എന്നുള്ള നിലയിലേക്ക് ഇതിനെ ചുരുക്കുകയും ഒക്കെ ചെയ്യാം. 1-2 പേരൊക്കെ വായിച്ചപ്പോൾ ഇപ്പോൾ ലൂസ് റൈറ്റിംഗ് ആണെങ്കിലും ഇത് പബ്ലിഷിങ് പിന്നെ പ്രസാധക യോഗ്യമാണെന്നും നിലവിലുള്ളതിനേക്കാളൊക്കെ രസമുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാനത് പുസ്തകരൂപത്തിലാക്കിയത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ഈ വർഷത്തെ OV വിജയൻ അവാർഡ് കിട്ടിയ പുതിയ പുസ്തകമൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അതിലെ കവിതകളൊക്കെ വലിയ വിഷമിച്ചാണ്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ആത്മാവ് കൊണ്ടൊക്കെ വളരെയധികം നമ്മൾ ഇൻവോൾവ് ചെയ്ത് തകർന്ന് തരിപ്പണമായിട്ടാണ് പല കവിതകൾ എഴുതിയത്. പക്ഷെ ഇതല്ല. എന്നിട്ട് കയറി. പക്ഷേ ഇന്നിപ്പോൾ ആൾ കുറവാണെങ്കിലും പുസ്തക വിപണിയിൽ പിന്നെ അവാർഡിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും എന്നെ അംഗീകരിക്കപ്പെട്ടു. ചിലപ്പോൾ ഇനി ബാക്കി എല്ലാ പുസ്തകം തള്ളപ്പെട്ടു പോയാലും വയലറ്റിൻ്റെ ഉള്ള പേരിൽ ഞാൻ അറിയപ്പെടും.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് അതേ അർത്ഥത്തിൽ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള നിലയിൽ എന്നൊട്ടും സംതൃപ്തിപ്പെടുത്തിയ വർക്കേ അല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സാഹചര്യം കൂടി പറയുമായിരുന്നു. അപ്പോൾ എഴുതുന്ന ആൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല കേൾവിക്കാരും വായനക്കാരൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു കഥയും കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ മധു ഞാനും ഒരുമിച്ച് റിപ്പോർട്ടറിലുണ്ടായിരുന്ന ആ സമയം കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മധു ഇപ്പോഴാണ്, മധുവിൻ്റെ കവിതകൾ ആണ് ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അല്ല, ആ ഒരു തുടർച്ച അതിഭീകരമായിട്ട് വിട്ടുപോയത് സജീവ മാധ്യമ പ്രവർത്തനത്തിനിടയിലാണ്. ബിനിയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വളരെ ഊർജ്ജസ്വലമായ ഒരു സമയത്തും ബിനിയെ ക്ഷണിക്കുന്നു 2 വാക്ക് പറയാൻ. നമസ്കാരം. വളരെ വിചിത്രമായ ഒരു അനുഭവത്തിൻ്റെ ചൂടിലാണ് ഞാനിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഋഷി കവിഹി എന്നുള്ള ഒരു വചനം പഠിച്ച് ആ ഒരു പ്രഭാഷണം, ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നുള്ള ഒരു പ്രഭാഷണം, ഒരു മുഴുവൻ ദിവസ ചർച്ച നടത്തിയ ഒരു ക്ലാസ് മുറി അന്തരീക്ഷമാണ് എൻ്റെ മനസ്സിൽ ഇപ്പം ഓടി വരുന്നത്. കുഴൂർ വിൽസൻ്റെ വയലറ്റിനുള്ള കത്തുകൾ എന്നുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചൊരു ചർച്ച നടക്കുമ്പോൾ ഒരുപക്ഷെ ഇത് വേദി വേറെ ആയിരുന്നെങ്കിൽ ഒരു മരച്ചുവട്ടിൽ, എറണാകുളത്ത് കൊച്ചിയിൽ തിരക്ക് പിടിച്ച ഒരു മരച്ചുവട്ടിൽ ഒരു മഴയത്ത് ഈ ഒരു കവിത ഉറക്കെ ഉറക്കെ ആലപിക്കുന്ന വിൽസൻ്റെ വീഡിയോ വളരെ വൈറലായിരുന്നു. അതാണ് ഞാൻ ആദ്യമായി വിൽസൺ കവിത ചൊല്ലുന്നത്, കേൾക്കുന്നത് ആ ഒരു മുഹൂർത്തത്തിലൂടെയാണ്. അതുപോലെ തന്നെ വേറൊരു ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ സുഹൃത്തായിട്ടുള്ള ഒരു പ്രദീപിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് വിൽസൺ. അപ്പോൾ ഞാൻ ആരാധനയോടുകൂടി കാണും, ഈ പറയുന്ന ആളാണോ വയലറ്റിനുള്ള കത്തുകളുടെ വിൽസണാണോ? ഇപ്പം ഒരു കുട്ടി പ്രേമലേഖനം എഴുതാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ആ വിൽസനാണോ ഈ വിൽസൺ എന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു. ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇതൊരു ഋഷിയായി തുടങ്ങി കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന വിൽസൻ്റെ കവിത ഇവിടെ വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിയമസഭാ പുസ്തകോത്സവത്തിൽ എന്തുകൊണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട, ഒരുപാട് ഉറക്കെ വർത്തമാനം പറയേണ്ട വിഷയങ്ങൾ വിൽസൻ്റെ ഓരോ വരികളിലും കവിതകളിലും കാണാൻ കഴിയും. ജീവിതം തന്നെ കവിതയാക്കി മാറ്റിയ ഒരു വ്യക്തി എന്ന് ഒറ്റ വരിയിൽ പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. അമ്മയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു. അന്നയ്ക്കുള്ള കത്തുകൾ, അന്നയ്ക്കുള്ള ഭക്ഷണം, അന്നയോടൊപ്പമുള്ള ജീവിതം, അതല്ലാതെ കുഴൂർ വിൽസനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അമ്മയുടെ ചിത്രം ഒരു ചുവര് മുഴുവൻ പതിച്ചു വെച്ചിട്ടുള്ള മകൻ. അന്നാലയം എന്ന പേരെന്ന് പറയാൻ പറ്റില്ല, എന്ന ഒരു അഡ്രസ്സാണ് കുഴൂർ വിൽസൺ. അന്നാലയം എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട കേരളത്തിലെ എന്നല്ല, ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. അന്നാലയം കുഴൂർ വിൽസൺ എല്ലായിടത്തും കവികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരും വാക്കുകളുമാണ്. ആ അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ തന്നെയാണ് എല്ലാ കവിതകളും ഉണ്ടായിട്ടുള്ളത്. അമ്മയെ ഓർക്കാത്ത നിമിഷം, നമ്മളൊക്കെ സാധാരണ വർത്തമാനത്തിൽ പറയുന്നത് അമ്മയെ ഓർക്കാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഓർമ്മയല്ല, അമ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ് എനിക്ക് കുഴൂർ വിൽസനുമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ബന്ധത്തിലേക്ക് പോയാൽ ഞാൻ എൻ്റെ എന്താ പറയുക, മാനസികമായിട്ട് ഞാൻ വല്ലാതെ അങ്ങ് ഇതായിപ്പോവും. അതുകൊണ്ട് ഞാൻ അത്തരം ഒരു സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. വിൽസൻ്റെ കവിതകൾ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട്, കുട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട്. സമകാലിക കവിതകൾ എന്നൊരു വിഷയമെടുത്താൽ കുഴൂർ വിൽസനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കവിതാ പഠനം സാധ്യമല്ലാത്ത ഒരു കേരള സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വൃത്തവും അലങ്കാരവും എല്ലാം ഒപ്പിച്ച് എഴുതിയിരുന്ന ഒരു കവിതാ ലോകത്തിൽ നിന്ന് മാറി ഇപ്പം കവിത പോകുന്നത് മധുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് കവിതയുടെ വിവിധ ഘട്ടങ്ങൾ, കവിതയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്ന ഒരു മലയാള സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. അതിൽ നിന്നും ആ ഒരു ചട്ടക്കൂടിൽ നിന്നും മാറി, ഗദ്യകവിതകളിൽ നിന്നും മാറി, പദ്യം ആയിരുന്നു കവിത, അതിൽ നിന്ന് മാറി ഗദ്യത്തിൽ വന്നു, അതിൽ നിന്ന് മാറി ഇപ്പം വേറൊരു ലോകത്തിലാണ് നിൽക്കുന്നത്, വേറൊരു വൈബിലാണ് കവിതകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹൃദയത്തിലെ വികാരങ്ങൾ, അടുത്തിരിക്കുന്നവൻ്റെ മാനസിക സങ്കടങ്ങൾ, സംഘർഷങ്ങൾ സ്വന്തം വരികളിൽ പകർത്തിവെക്കാൻ കഴിയുന്ന
കുഴൂർ വിൽസൻ്റെ പുസ്തകത്തിൻ്റെ 4ാം പതിപ്പാണ്. അതിനോടനുബന്ധിച്ചുള്ള ഈ ചർച്ചയിൽ 2 വാക്ക് പറയാനൊരു അവസരം കിട്ടിയെന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. വിൽസണോടുള്ള സ്നേഹത്തിന് എനിക്ക് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു കുറച്ച് നിമിഷങ്ങളാണ് ഞാനിവിടെ ചെലവഴിക്കുന്നത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. വിൽസൺ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് ഇവിടെ ആരെയും അറിയിച്ചിരുന്നില്ല. നേരെ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരികയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നാട്ടിലുള്ള സുഹൃത്തുക്കളോട് പറയാനൊരു അവസരം കിട്ടിയിരുന്നില്ല. കുറ്റബോധത്തോടു കൂടി തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം വിൽസണോട് ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ കൂടെ പറയുകയാണ്. എന്തായാലും വിൽസൻ്റെ വയലറ്റിനുള്ള കത്തുകളിലെ കുറച്ച് വരികളിനേക്കാൾ അവർ 2 പേരും അത് വായിച്ചതുകൊണ്ട് ഞാനതെടുക്കുന്നില്ല. വിൽസൻ്റെ കവിതാ ശൈലി, വൃത്തം, അലങ്കാരം, ഉപമ, ഉൽപ്രേക്ഷ ഇതൊക്കെ നമ്മൾക്ക് ഏറെയേറെ പരിചിതമാണ്. കവിത എന്ന് കേൾക്കുന്ന സമയത്ത് ശബ്ദധാരാവലി വെച്ച് മാത്രമേ കവിത മനസ്സിലാവൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കവിത എവിടെ പോയി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ, എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കുറച്ച് വരികൾ ഞാൻ വായിക്കാം. സൗഗന്ധികം.com. സൗഗന്ധികം സെർച്ച് ചെയ്യുന്നതിനിടയിൽ 4 വൈറസുകൾ ഭീമൻ്റെ വഴിമുടക്കി. സൗഗന്ധികം സെർച്ച് ചെയ്യുന്നതിനിടയിൽ 4 വൈറസുകൾ ഭീമൻ്റെ വഴിമുടക്കി. ഗത കൊണ്ടും കരുത്തുറ്റ മാംസപേശികൾ കൊണ്ടും അവറ്റകളെ തുരത്താനാകാതെ കുഴഞ്ഞു. പല തവണയും സൗഗന്ധികത്തിൻ്റെ സ്പെല്ലിംഗ് തെറ്റി. പൂക്കളായ പൂക്കളെക്കുറിച്ചുള്ള മുഴുവൻ സൈറ്റുകളിലും ചുറ്റി നടന്നു. കണ്ണുകൾ കഴച്ചു. മുക്കുറ്റി.com, ബോഗൺവില്ല.com, ഓർക്കിഡ്, തുമ്പ, മൗസിൽ തൊട്ടപ്പോൾ ചുരുങ്ങിപ്പോയ തൊട്ടാവാടി.com. മുള്ളുകൊള്ളാത്ത യാത്ര. കരിങ്കൽ ശരീരത്തിനുള്ളിലെ നീരുറവയിൽ ചില പൂക്കൾ വിരിഞ്ഞു. പൂ പൂ എന്ന് ഇടയ്ക്കിടെ പിറുപിറുത്തു. മാംസപുഷ്പങ്ങൾ പൂത്തുലയുന്ന വളക്കൂറുള്ള .കോമുകൾ. മാംസപുഷ്പങ്ങൾ പൂത്തുലയുന്ന വളക്കൂറുള്ള .കോമുകൾ. വിവസ്ത്രയാക്കപ്പെട്ട ഭാര്യയെ ഇടയ്ക്കെല്ലാം മറന്നു. മല്ലന്മാരെക്കുറിച്ചുള്ള വെബ് പേജുകൾക്ക് മുൻപിൽ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ്, വിഷയം സൗഗന്ധികത്തെക്കുറിച്ച് സൂചന. ഇൻബോക്സിൽ സൗഗന്ധികത്തിൻ്റെ ലക്ഷണങ്ങളുമായി ബ്ലാക്ക് മൂൺ. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള സുഗന്ധമില്ലാത്ത പുഷ്പത്തെ അയാൾ ഇഷ്ടപ്പെട്ടു. ഈ വനത്തിലൂടെ ഇനി ഒരു അടി പോലും വയ്യെന്ന് ഉള്ളിലുറച്ച ബ്ലാക്ക് മൂൺ ഡൗൺലോഡ് ചെയ്തു. ഈ വനത്തിലൂടെ ഇനി ഒരു അടി പോലും വയ്യെന്ന് ഉള്ളിലുറച്ച ബ്ലാക്ക് മൂൺ ഡൗൺലോഡ് ചെയ്തു. മോർഫ് ചെയ്ത ചില്ലറ മാറ്റങ്ങൾ, പിന്നെ ഒരു കളർ പ്രിൻ്റ്. 5 എണ്ണത്തിൻ്റെ ഭാര്യാപദം അലങ്കരിച്ചിട്ടും ബോറടിച്ചിരുന്ന പാഞ്ചാലി തുള്ളിച്ചാടി. 5 എണ്ണത്തിൻ്റെ ഭാര്യാപദം അലങ്കരിച്ചിട്ടും ബോറടിച്ചിരുന്ന പാഞ്ചാലി തുള്ളിച്ചാടി. സൗഗന്ധികത്തിൻ്റെ 4 ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എടുത്തു. ഡോക്ടറേറ്റിനുള്ള അപേക്ഷാ ഫോറവുമായി പൂമുഖത്തേക്ക് പോയി. ചരിത്രത്തിൽ സുഗന്ധമില്ലാത്ത ഒരു നുണ വിരിഞ്ഞു. ചരിത്രത്തിൽ സുഗന്ധമില്ലാത്ത ഒരു നുണ വിരിഞ്ഞു. നന്ദി. വയലറ്റിലെ ഒരു ചെറിയ കവിത കൂടി വായിച്ചിട്ട് ഈ ചെറിയ പുസ്തകത്തിൻ്റെ ചെറിയ വായന അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പങ്കെടുത്ത് സംസാരിച്ച 2 പേരും അവർ ഉച്ചരിച്ച എല്ലാ വാക്കുകളും എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ ടി വിജയൻ കേൾവിക്കാരിൽ അവസാനമായി വന്ന ഒരാളാണ്. പെൺപരത്തി എന്നാണ് അരുണിൻ്റെ ഒരു കവിതയുടെ പേര്. അപ്പോൾ മലയാള ഭാഷയിൽ, പ്രത്യേകിച്ച് കവിതയിൽ, വളരെയധികം സൂക്ഷ്മമായ അന്വേഷണങ്ങളും പുതിയ പാതകളുമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിലെ ഒരു ചെറിയ ഒരു കവിത, നീയില്ലാത്ത ദിവസത്തിലെ പ്രഭാതം, അതിന് എണീക്കണമെന്നില്ല, പല്ല് തേക്കണമെന്നില്ല, കുളിക്കണമെന്നില്ല. നീയില്ലാത്ത ദിവസത്തിലെ പ്രഭാതത്തിന് ജീവിക്കണമെന്ന് പോലുമില്ല. നീയില്ലാത്ത ദിവസത്തിലെ പ്രഭാതത്തിന് എത്ര പെട്ടെന്നാണ് വയസ്സായത്, മുടി നരച്ചത്, അത് ഉടനെ ചത്തുപോയേക്കും എന്ന ഒരു കവിത ഇതിലുണ്ട്. അപ്പോൾ വയലറ്റിനുള്ള കത്തുകൾ 2015 സംഭവിച്ചത്.
അതിന് തുടർച്ചകളുണ്ടായി. ആഘോഷപൂർവമായ 4-ാം പതിപ്പ് ഇപ്പോൾ സൈകതം വിൽക്കുന്നു. അതിനിടയിലും മറ്റു പുസ്തകങ്ങൾ, മറ്റു കവിതകൾ, ഇതൊരു ഒരു വർഷം നീണ്ടു നിന്ന ഒരു പ്രക്രിയയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആ വിടുതൽ, അതിൽ നിന്നുള്ള ബാധ എല്ലാ അർത്ഥത്തിലും ഞാൻ കുടഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന പുതിയ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ അത് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം കവിതാ വായനക്കാരെയും എനിക്ക് നേടാനായിട്ടുണ്ട്. അതിലുള്ള സന്തോഷം. എന്തായാലും ഈ ഒരു ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ ആളുകൾ വയലറ്റിനുള്ള കത്തുകൾ എന്ന ചെറിയ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുകയും കേൾക്കുകയും വായിക്കുകയും മിണ്ടുകയൊക്കെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിയമസഭാ പുസ്തകോത്സവത്തിനും അതിൻ്റെ 3-ാം പതിപ്പിനും അതിൻ്റെ സംഘാടകർക്കും നന്ദി അർപ്പിക്കുന്നു.